ഇന്ന് നമ്മൾ കൈനറ്റിക് സ്റ്റൈൽ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് കൈനറ്റിക് സ്റ്റൈൽ വീഡിയോ എഡിറ്റിംഗ്? ഇറ്റ്സ് എ ഫാസ്റ്റ് പേസ്ഡ് ഹൈ എനർജി എഡിറ്റിംഗ് സ്റ്റൈൽ. നമുക്ക് കൈനറ്റിക് എഡിറ്റിംഗിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലാഷ് കട്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. ഈവൻ ചില ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ വെറും 2 അല്ലെങ്കിൽ 3 ഫ്രെയിംസ് മാത്രമേ കാണത്തുള്ളൂ. സോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫാസ്റ്റ് പേസ്ഡ് ഇൻറ്റൻസ് ഫീൽ കൊണ്ടുവരാൻ പറ്റും. സെക്കൻഡ് വൺ, മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോയ്ക്ക് ഒരു ഡൈനാമിക് ഫീൽ കൊണ്ടുവരാൻ പറ്റൂ. സോ ക്യാമറ മൂവ്മെൻറ്റ്സ് ഓർ ഹെവി സബ്ജക്റ്റ് മൂവ്മെൻറ്റ്സ് നമുക്ക് കൈനറ്റിക് വീഡിയോസിൽ കാണാൻ കഴിയും. ഓർ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും ഈ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് വൺ, സൗണ്ട് ഡിസൈൻ. സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി ഹെവി സ്റ്റൈലൈസ്ഡ് സൗണ്ട് എഫക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇൻറ്റൻസ് മൂവ്മെൻറ്റ് ആൻഡ് ഹൈ എനർജറ്റിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർത്ത് വൺ, ഫ്ലൂയിഡ് ട്രാൻസിഷൻസ് ആൻഡ് എഫക്ട്സ്. ഹൈ വിഷ്വൽ എൻഗേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെവി സ്റ്റൈലൈസ്ഡ് എഫക്ട്സ് യൂസ് ചെയ്യും. ഓൾസോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സീംലെസ് ട്രാൻസിഷൻസും യൂസ് ചെയ്യും. സോ വീഡിയോ ഫ്ലോ ചെയ്യുന്നൊരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഓവർലേസ്, സ്പീഡ് റാംസ്, ടെക്സ്റ്റേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്യാം. സോ ദാറ്റ് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജിങ്, സ്റ്റൈലൈസ്ഡ് ആൻഡ് എനർജറ്റിക് ആക്കാൻ പറ്റും. ഇനി ഞാൻ ഈ വീഡിയോയെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. സെക്ഷൻ 1, കൈനറ്റിക് എഡിറ്റിംഗ് എക്സ്പ്ലെയിൻഡ്. ആൻഡ് ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സെക്ഷൻ 2, എഫക്ട്സ് ആൻഡ് ട്രാൻസിഷൻസ്. നമുക്ക് കൈനറ്റിക് എഡിറ്റിംഗ് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്ട്സ് ആൻഡ് ട്രാൻസിഷൻസ് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഇൻ ദിസ് വീഡിയോ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുമല്ല, ഐ വിൽ ടീച്ച് യു ദ ടെക്നിക്സ് സോ ദാറ്റ് നിങ്ങളുടെ ഐഡിയയ്ക്കും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്വന്തമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൺ സെക്ഷൻ 3 ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് ഓൾസോ ഫയൽസും ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫാസ്റ്റ് കട്ട് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ടോട്ടൽ 6 ക്ലിപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് എത്ര ക്ലിപ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആൻഡ് ഓരോ ക്ലിപ്സും ഞാൻ 5 ഫ്രെയിംസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്ലിപ്സ് അറേഞ്ച് ചെയ്ത ടൈമിൽ ഞാൻ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചത്. മേ ബി നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റ്. ഫസ്റ്റ് 4 ക്ലിപ്സിൻ്റെയും സബ്ജക്റ്റ് അല്ലെങ്കിൽ ക്യാമറ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ക്ലിപ്പ് ഒരു വൈഡ് ഷോട്ടാണ്. ആൻഡ് ആ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. സോ സെയിം മൂവ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഐ ട്രേസിംഗ്. ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഐ ട്രേസിങ്ങിനെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നില്ല. മേ ബി നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഈ വീഡിയോയിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, ഓരോ ക്ലിപ്സിൻ്റെയും സബ്ജക്റ്റിനെ ഞാൻ സെയിം പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓരോ ക്ലിപ്സിലും സബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആണെങ്കിൽ ഓഡിയൻസിന് എങ്ങോട്ട് നോക്കണമെന്നൊരു ഐഡിയ കിട്ടില്ല. സോ ഈ വീഡിയോയിൽ ഞാൻ സബ്ജക്റ്റിനെ സെയിം പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഓഡിയൻസിന് എങ്ങോട്ട് നോക്കണമെന്നറിയാം. സോ നമുക്ക് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാനും ആൻഡ് വീഡിയോയ്ക്ക് നല്ലൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഓരോ ക്ലിപ്പിലും ഒരു സിമ്പിൾ സ്കെയിൽ ഇൻ ക്രിയേറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് സ്കെയിൽ ഇൻ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കെയിൽ ഔട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. സോ ഞാൻ അവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ദെൻ എഫക്റ്റ് കൺട്രോൾസിലേക്ക് പോകാം. സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് ഞാൻ വാല്യൂ 108 കൊടുക്കുവാണ്. ബൈ ദ വേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ദെൻ റൈറ്റ് ക്ലിക്ക്. ഇവിടെ നമുക്ക് കോപ്പി സെലക്ട് ചെയ്യാം. ദെൻ ബാക്കി എല്ലാ ക്ലിപ്സും സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്യാം. മോഷൻ ഇനേബിൾ ചെയ്യുക. ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. സോ എല്ലാ ക്ലിപ്സിലും ആ സെയിം സ്കെയിലിൻ ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഒരു സിമ്പിൾ സൂമിൻ ഓരോ ക്ലിപ്സിലും വന്നിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് ഓരോ കട്ട്സിലും വേണമെങ്കിൽ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും ഐഡിയയ്ക്കും അനുസരിച്ച് വേണമെങ്കിൽ ഓരോ കട്ട്സിലും ട്രാൻസിഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് മോഷൻ ബ്ലർ ആണ്. നമ്മൾ ഏതൊരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിലേക്ക് നോക്കിയാലും അവിടെ മോഷൻ ബ്ലർ കാണും. ആൻഡ് ഇവിടെ നമുക്ക് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി പ്രീമിയറിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള മോഷൻ ബ്ലർ അവൈലബിൾ അല്ല. സോ ഞാൻ ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലഗിൻ ഇല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള മോഷൻ ബ്ലർ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. സോ ഞാൻ ഇവിടെ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ വീഡിയോയുടെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ദെൻ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാം. ദെൻ എഫക്ട്സിലേക്ക് വന്നിട്ട് ഞാൻ RSMB പ്ലഗിൻ സെർച്ച് ചെയ്യുവാണ്. ദെൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലർ എമൗണ്ട് ആൻഡ് സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ മാറ്റിയിട്ട് മോഷൻ ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹിയർ ഇസ് എ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ആഫ്റ്റർ. ചെറിയൊരു മോഷൻ ബ്ലർ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ ക്ലിപ്സും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക്, നെക്സ്റ്റ്. ഇനി നമുക്ക് ഓവറോൾ വീഡിയോയിൽ ഒരു സൂം ഇൻ ക്രിയേറ്റ് ചെയ്യാം. സോ അവിടെ നെക്സ്റ്റഡ് ലെയർ സെലക്ട് ചെയ്യുവാണ്. ദെൻ സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 130 കൊടുക്കുവാണ്. എന്നിട്ട് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് കീ ഫ്രെയിം പ്ലേസ് ചെയ്യാം.
ആൻഡ് വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു സൂമിൻ ക്രിയേറ്റ് ആയിരിക്കുന്ന കാണാം. ഇനി ഞാൻ കുറച്ച് ഓവർലേസ് ആഡ് ചെയ്യുവാണ്. സോ ഇവിടെ പ്രോജക്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ കുറച്ച് ഓവർലേസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയുടെ മുകളിലേക്ക് ആഡ് ചെയ്യുവാണ്. ഫസ്റ്റ് വൺ ഫിലിം ബേൺ ആണ്, സെക്കൻഡ് വൺ ഗ്രെയിൻ ആണ്. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. ദെൻ ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോയിട്ട് ഒപ്പാസിറ്റിയിൽ ബ്ലെൻഡിങ് മോഡ് നമുക്ക് സ്ക്രീൻ കൊടുക്കാം. സോ നമുക്ക് ബ്ലാക്ക് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി ഈ ഇഫക്റ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സൗണ്ട് ഡിസൈൻ. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് എഫക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ സൗണ്ട് എഫക്ട്സ് എല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് സോഴ്സ് ചെയ്യാമെന്നും ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ആൻഡ് ഹിയർ ഇസ് അവർ ഫൈനൽ റിസൾട്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ RSMP പ്ലഗിൻ ഇല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്കങ്ങനെ മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്ലിപ്സ് നമ്മൾ പ്രീമിയറിൽ കട്ട് ചെയ്ത പോലെ തന്നെ 5 ഫ്രെയിംസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Y. ദെൻ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ലെയറിലേക്ക് CC ഫോഴ്സ് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് മോഷൻ ബ്ലറിനെ പറ്റിയും CC ഫോഴ്സ് മോഷൻ ബ്ലർ ഇഫക്റ്റിനെ പറ്റിയും ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇവിടെ എഫക്റ്റ് കൺട്രോൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷട്ടർ ആംഗിളും മോഷൻ ബ്ലർ സാമ്പിൾസും യൂസ് ചെയ്തിട്ട് മോഷൻ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹിയർ ഇസ് എ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ ഇവിടെ വന്നിട്ട് നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 360 കൊടുക്കുവാണ്. സോ ഇവിടെ മോഷൻ ബ്ലർ ഇൻക്രീസ് ആയിരിക്കുന്ന കാണാം. RSMP പ്ലഗിൻ യൂസ് ചെയ്യുന്നത്ര ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല, ബട്ട് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് CC ഫോഴ്സ് മോഷൻ ബ്ലർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഇത് നമുക്ക് ഇൻ ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓൾസോ എഡിറ്റ് ചെയ്യുമ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ക്ലിപ്സ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ക്ലിപ്സും ഞാൻ ഇവിടെ സ്പീഡ് റാമ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് സ്പീഡ് റാമ്പിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ കാർഡ് കൊടുത്തേക്കാം. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ദെൻ സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് സ്കെയിൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1080 കൊടുക്കുവാണ്. അതുപോലെ സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്യാം, സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം, ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് വാല്യൂ 1080 കൊടുക്കാം. സോ നമുക്ക് ചെറിയൊരു സ്കെയിലിൻ ഇഫക്റ്റ് ക്ലിപ്സിൽ കിട്ടും. ഇനി ഞാൻ പുതിയൊരു നൾ ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Shift+Alt+Y. ദെൻ നമുക്ക് ഫസ്റ്റ് വീഡിയോ ഈ നള്ളിലേക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ആവശ്യമില്ലാത്ത പോർഷൻ ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കാം. Alt ക്ലോസിംഗ് ബ്രാക്കറ്റ്. ആൻഡ് അതുപോലെ സെക്കൻഡ് വീഡിയോയുടെ മുകളിലും നമുക്ക് പുതിയൊരു നൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ആവശ്യമില്ലാത്ത പോർഷൻ ഇതുപോലെ ട്രിം ചെയ്യാം. സെക്കൻഡ് വീഡിയോ ഈ നള്ളിലേക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഫസ്റ്റ് നൾ ലെയർ സെലക്ട് ചെയ്തിട്ട് 6 ഫ്രെയിംസ് പുറകോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എത്ര ഫ്രെയിംസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 6 ഫ്രെയിംസ് ആണ് എടുക്കുന്നത്. 1 2 3 4 5 6. എന്നിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം, P. ദെൻ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് വീഡിയോയുടെ പൊസിഷൻ ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. എനിക്ക് ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷൻ വേണ്ട ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ ഫസ്റ്റ് വീഡിയോ ഞാൻ റൈറ്റിലേക്ക് മാറ്റുവാണ്. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് മേളിലേക്കോ താഴേക്കോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ആവശ്യത്തിനനുസരിച്ച് പൊസിഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ദെൻ കീ ഫ്രെയിം ഞാൻ എൻഡിൽ പ്ലേസ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ബ്ലാങ്ക് സ്പേസ് കാണാം. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോ ലെയറിലേക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഔട്ട്പുട്ട് വിത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. മേ ബി നമുക്കൊരു 350 കൊടുക്കാം. ആൻഡ് ഓൾസോ മിറർ എഡ്ജസ് കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 2 കീ ഫ്രെയിംസും സെലക്ട് ചെയ്യുവാണ്. ദെൻ F9 പ്രസ് ചെയ്യാം. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്പീഡ് ഗ്രാഫ് ആണ്. എന്നിട്ട് നമുക്ക് എൻഡിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഗ്രാഫ് എഡിറ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാർഡ് ഇവിടെ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്തിട്ട് സെക്കൻഡ് നൾ സെലക്ട് ചെയ്യാം. ദെൻ ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ 6 ഫ്രെയിംസ് ആണ് ഇവിടെ എടുക്കുന്നത്. 1 2 3 4 5 6. എന്നിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് പൊസിഷൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് മോഷൻ ടൈൽ കോപ്പി ചെയ്യാം, Ctrl+C. ദെൻ നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ പേസ്റ്റ് ചെയ്യാം, Ctrl+V. ഇനി കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക, ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുപോലൊരു സ്ലൈഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീഡിയോസിൽ മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് മോഷൻ ബ്ലർ ഇനേബിൾ ചെയ്യുവാണ്. ഇനി ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്, Ctrl+Alt+Y. എന്നിട്ട് നമുക്ക് ഈ ട്രാൻസിഷൻ നടക്കുന്ന പോർഷനിൽ മാത്രം അഡ്ജസ്റ്റ്മെന്റ് ലെയർ മതി. അതനുസരിച്ച് നമുക്ക് ട്രിം ചെയ്തെടുക്കാം. Alt ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് Alt ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്യാവുന്നതാണ്. ഇനി ഈ ലെയറിലേക്ക് മിനിമാക്സ് ഇഫക്റ്റ് ആഡ് ചെയ്യുവാണ്, മിനിമാക്സ്. ദെൻ നമുക്ക് റേഡിയസിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ബൈ ദ വേ ഓപ്പറേഷൻ ഇവിടെ മാക്സിമം കൊടുക്കുക. ഇനി ലെയർ സെലക്ട് ചെയ്തിട്ട് U പ്രസ് ചെയ്യാം. ഫസ്റ്റ് കീ ഫ്രെയിം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യുവാണ്. വീണ്ടും റേഡിയസിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. വാല്യൂ 0 ആണ്.
ദെൻ ലാസ്റ്റ് ഫ്രെയിമിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ലെയറിൻ്റെ സെൻറ്ററിൽ ഞാൻ വാല്യൂ 150 കൊടുക്കുവാണ്. ഇനി നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യാം. F9 പ്രസ് ചെയ്യാം. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വാല്യൂ ഗ്രാഫാണ്. കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഈസിയാണ്. എന്നിട്ട് നമുക്ക് സെൻട്രലിലെ സ്പീഡ് കൂടുന്ന രീതിയിൽ ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് എഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. സോ ഞാൻ ഇവിടെ ഡയറക്ഷനിലേക്ക് വന്നിട്ട് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരു ബ്ലർ വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷൻ. ആൻഡ് ഈ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനർജറ്റിക് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ എഫക്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഷെയ്ക്സ് ആഡ് ചെയ്യാം, ഓവർലേസ് ആഡ് ചെയ്യാം, എക്സ്പോഷർ ഇഫക്റ്റ് ആഡ് ചെയ്യാം. സെൻട്രലിലെ എക്സ്പോഷർ കൂടുന്ന രീതിയിൽ നമുക്കൊരു ചെറിയ ഷെയ്ക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Y. ദെൻ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷെയ്ക്കാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു സിമ്പിൾ ഷെയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിം മുമ്പോട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നീക്കി വെക്കാം. ആൻഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻവേർട്ട് മാസ്ക് ഇഫക്റ്റ് ആണ്. ആൻഡ് ഇവിടെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. Ctrl+D. ദെൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് വീഡിയോ ട്രിം ചെയ്ത് കൊടുക്കാം. ആൻഡ് എവിടെ വരെയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വീഡിയോയുടെ എൻഡും ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ മാസ്ക് ടൂൾ സെലക്ട് ചെയ്യുവാണ്. ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ മാസ്ക് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഏത് ഏരിയയിലാണോ നമുക്ക് ഇൻവേർട്ട് ഇഫക്റ്റ് വേണ്ടത് അതനുസരിച്ച് മാസ്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ മാസ്ക് ചെയ്യുവാണ്. ദെൻ ഈ ലെയറിലേക്ക് നമുക്ക് ഇൻവേർട്ട് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻവേർട്ട്. എന്നിട്ട് 3 ഫ്രെയിംസ് ഞാൻ മുമ്പോട്ട് പോവാണ്. കൺട്രോൾ റൈറ്റ് ആരോ. ദെൻ നമുക്ക് ലെയർ സ്പ്ലിറ്റ് ചെയ്യാം. Ctrl+Shift+D. ദെൻ 2 ഫ്രെയിംസ് ഞാൻ മുമ്പോട്ട് പോവാണ്. എന്നിട്ട് ലെയർ കുറച്ച് മുമ്പോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ദെൻ അഗെയിൻ ഞാൻ 3 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. ദെൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. Ctrl+Shift+D. ദെൻ നമുക്ക് സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് മാസ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തതായിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് മാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും 2 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. ദെൻ നമുക്ക് ലെയർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 ഫ്രെയിംസ് ഞാൻ എടുക്കുവാണ്. സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് എവിടെയാണോ വേണ്ടത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ സെയിം സ്റ്റെപ്പ് 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണ്. ആൻഡ് മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലെയേഴ്സ് എല്ലാം നിങ്ങൾ വീഡിയോയുടെ ബീറ്റ് അനുസരിച്ച് പ്ലേസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു എഫക്റ്റ് കിട്ടും. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആസ് വീഡിയോ എഡിറ്റേഴ്സ് AI ടൂൾസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അങ്ങനെ ഒരു AI വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, വിഷ്വൽ GPT. ആൻഡ് ഇതാണ് വിഷ്വൽ GPTയുടെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ AI മോഡൽസ് ഇവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള AI വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. AI ഇമേജ് ജനറേറ്റർ, AI വീഡിയോ ജനറേറ്റർ, AI ആർട്ട് ജനറേറ്റർ, AI ഫോട്ടോ സ്റ്റുഡിയോ, AI റൂം പ്ലാനർ. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് AI വീഡിയോ ജനറേറ്റർ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് മോഡൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഇവിടെ CDANS 2.5 സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് എന്തെങ്കിലും റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു റെഫറൻസ് ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ അടുത്തായിട്ട് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു വയലന്റ് ഓഷ്യൻ സ്റ്റോം സീനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുവാണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 16:9 ആസ്പെക്ട് റേഷ്യോ ചൂസ് ചെയ്യുവാണ്. ആൻഡ് നമുക്ക് സൗണ്ട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇനേബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ്. ദെൻ താഴേക്ക് വരുവാണെങ്കിൽ ഡ്യൂറേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു 8 സെക്കൻഡ്സ് കൊടുക്കുവാണ്. ദെൻ ക്വാളിറ്റി എനിക്ക് HD ആണ് വേണ്ടത്. ദെൻ ഇവിടെ നമുക്ക് ജനറേറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ജനറേറ്റ് ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനെ ആൻഡ് ഓൾസോ റെഫറൻസ് ഇമേജിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൈസിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പ്ലാനാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സ്ലോ ഷട്ടർ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഞാൻ ആഫ്റ്റർ എഫക്ട്സിൽ ക്ലിപ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Y. ഇനി നമുക്ക് ഈ ലെയറിലേക്ക് CC വൈറ്റ് ടൈം ഇഫക്റ്റ് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ഫോർവേഡ് സ്റ്റെപ്സിൻ്റെ വാല്യൂ 2 കൊടുക്കാം. ആൻഡ് ബാക്ക്വേർഡ് സ്റ്റെപ്സിൻ്റെ വാല്യൂവും 2 കൊടുക്കാം. ഇവിടെ നമുക്കൊരു ട്രെയിൽ ഇഫക്റ്റ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ ഫോർവേഡ് സ്റ്റെപ്സിൻ്റെയും ബാക്ക്വേർഡ് സ്റ്റെപ്സിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
അടുത്തായിട്ട് നമുക്ക് ഈ ലെയറിലേക്ക് പോസ്റ്ററൈസ് ടൈം ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫ്രെയിം റേറ്റിൻ്റെ വാല്യൂ ഞാൻ 24 മാറ്റിയിട്ട് 10 കൊടുക്കുവാണ്. ഈ വാല്യൂം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് എക്സ്പോഷർ ഇഫക്റ്റ് ആഡ് ചെയ്യുവാണ്. ബിക്കോസ് നമ്മുടെ വീഡിയോയുടെ എക്സ്പോഷർ കുറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് എക്സ്പോഷറിൻ്റെ വാല്യൂ ചെറുതായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് ഞാൻ ഈ സെക്ഷൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ആക്ച്വലി കുറേ ട്രാൻസിഷൻസും എഫക്ട്സും ഈ വീഡിയോയിൽ കവർ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈമിൻ്റെ ഇഷ്യൂ കാരണം എനിക്കത് പറ്റിയില്ല. സോ ഈ സെക്ഷൻ ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബട്ട് ഫാസ്റ്റ് കട്ട് വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ ഇനിയും മുമ്പോട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇൻട്രോയിൽ കണ്ട വീഡിയോ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ആൻഡ് ഇതാണ് വീഡിയോയുടെ ഫുൾ ടൈം ലൈൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ടൈം ശരിക്കും കിട്ടിയില്ല. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻ അൺഫിനിഷ്ഡ് വീഡിയോ. എക്സ്പെഷ്യലി സൗണ്ട് ഡിസൈൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ റെപ്പറ്റേറ്റീവായിട്ട് കുറേ സൗണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിവേസ് ഇതുപോലത്തെ കൂടുതൽ ട്യൂട്ടോറിയൽസ് ഞാൻ ഇനിയും മുമ്പോട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ആ ഫാസ്റ്റ് കട്ട് ഇൻട്രോ ആണ്. നമ്മൾ ഓൾറെഡി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഞാൻ RSMB ഇഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു ഇൻവേർട്ട് ഫ്ലാഷ് കാണാം. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു കളർ മാറ്റി ക്രിയേറ്റ് ചെയ്തു, വൈറ്റ് കളറിൽ. ദെൻ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അതിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് കളർ മാറ്റിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ അറിയാം, ബ്ലെൻഡിങ് മോഡ് ഞാൻ നോർമൽ മാറ്റി ഡിഫറൻസ് കൊടുത്തു. സോ ഈ ടൈപ്പ് ഓഫ് ഒരു ഫ്ലാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ട് ഇഫക്റ്റ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കളർ മാറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഡിഫറൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഫാസ്റ്റ് കട്ട് ഇൻട്രോയ്ക്ക് ശേഷം ഞാൻ ഒരു സ്ലോ മോഷൻ ലെങ്തി ക്ലിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് കോൺട്രാസ്റ്റ് കട്ടിങ്. രണ്ട് ഒപ്പോസിങ് ക്വാളിറ്റീസ് ഉള്ള ഷോർട്സ് ഓർ സീൻസിൻ്റെ ബിറ്റ്വീൻ കട്ട് ചെയ്യുന്ന ടെക്നിക്സ് ആണ് കോൺട്രാസ്റ്റ് കട്ടിങ്. നിങ്ങൾ മൂവീസിലും വീഡിയോസിലും എല്ലാം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ടോൺ, പേസിങ്, കളർ, സൈസ്, സൗണ്ട് ഓർ കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് കട്ട് ചെയ്യാം. സോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ്, ഡൈനാമിക് ഫീൽ, റിതം എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് സെയിം പേസിങ്ങിൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓൾസോ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. സോ കോൺട്രാസ്റ്റ് കട്ടിങ്ങിലൂടെ നമുക്ക് ആ ഒരു മോണോട്ടണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കോൺട്രാസ്റ്റ് കട്ടിങ്ങിനെ പറ്റി പറയുന്നില്ല. മേ ബി നമുക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ ടോപ്പിക്കിനെ പറ്റി ഫ്യൂച്ചറിൽ ചെയ്യാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ആ ഫാസ്റ്റ് കട്ടിന് ശേഷം സ്ലോ മോഷൻ ലെങ്തി ക്ലിപ്പ് യൂസ് ചെയ്തതിലൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഡൈനാമിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് നോയ്സ് ഇഫക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഫസ്റ്റ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഒന്ന് ഹൈഡ് ചെയ്യാം. ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ദെൻ ആ ക്ലിപ്പിൻ്റെ സ്കെയിൽ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. ദെൻ ആ ലെയറിലേക്ക് ഡയറക്ഷണൽ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ബ്ലർ ലെങ്ത് ഞാൻ കീ ഫ്രെയിം ചെയ്തു. സോ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഷെയ്ക്ക് കൈൻഡ് ഓഫ് ഒരു ബ്ലർ ഷെയ്ക്ക് നമുക്കിവിടെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഡയറക്ഷൻ്റെ വാല്യൂ 188 ഡിഗ്രി കൊടുത്തു. സോ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ബ്ലർ കിട്ടും. ദെൻ ബ്ലർ ലെങ്ത് ഞാൻ ഇവിടെ കീ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 0, 15, 25, 0, 15, 25 ആ രീതിയിൽ. ദെൻ ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് 3 ഇഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ഇൻവേർട്ട്, 2 ടിൻറ്റ് ആൻഡ് 3 നോയ്സ്. ഇൻവേർട്ട് ഇഫക്റ്റ് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഇൻവേർട്ട് കൈൻഡ് ഓഫ് ഇഫക്റ്റ് നമുക്ക് വീഡിയോയിൽ കിട്ടി, ഓഫ് കോഴ്സ്. ദെൻ ടിൻറ്റ് ഇഫക്റ്റ് ആഡ് ചെയ്തു. സോ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിൻറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നോയ്സ് ഇഫക്റ്റ് ആഡ് ചെയ്തു. വാല്യൂ ഞാൻ 22 കൊടുത്തു. സോ ഒരു നോയ്സ് വീഡിയോയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഞാൻ സൗണ്ട് ഇഫക്റ്റോടെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോഴത്തേനും ഇതുപോലൊരു ഇഫക്റ്റ് നമുക്ക് വീഡിയോയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു ഇൻവേർട്ട് ഫ്ലാഷ് ആണ് ഞാൻ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. കുറച്ച് മുമ്പ് യൂസ് ചെയ്ത സെയിം ടെക്നിക്ക് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഒരു കളർ മാറ്റി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് 1 ഫ്രെയിം വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് 2 ഫ്രെയിംസ് ആദ്യത്തെ വീഡിയോയിലും അടുത്ത 2 ഫ്രെയിംസ് രണ്ടാമത്തെ വീഡിയോയിലും ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഈ 2 വീഡിയോയുടെയും ഇടയ്ക്ക് നല്ലൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ കളർ മാറ്റിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ നോർമൽ മാറ്റിയിട്ട് ഡിഫറൻസ് കൊടുത്തു. സോ നമുക്ക് ഈ ഒരു ഇൻവേർട്ട് ഫ്ലാഷ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മാച്ച് കട്ടാണ്. 2 ക്ലിപ്സ് എടുത്തു. എന്നിട്ട് കറക്റ്റ് അത് മാച്ച് ആകുന്ന പോയിന്റിൽ കട്ട് ചെയ്തു. ഇതുണ്ടോ? സോ ഇവിടെ ഒരു സ്മൂത്ത് മാച്ച് കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. നിങ്ങൾ നല്ല മാച്ച് ആകുന്ന 2 ക്ലിപ്സ് എടുക്കുക. എന്നിട്ട് അതിൽ സബ്ജക്റ്റ് ഒരു സെയിം പോയിന്റിൽ വരുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്കെയിലും പൊസിഷനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല മാച്ച് കട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
എന്നിട്ട് നല്ലൊരു സൗണ്ട് ഡിസൈനിങ്ങും കൂടെ വെച്ചിട്ട് പെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു വൈറ്റ് ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്തു. എന്നിട്ട് അതിലേക്ക് ലുമിട്രി കളർ ഇഫക്റ്റ് ആഡ് ചെയ്തു. ദെൻ എക്സ്പോഷർ കീ ഫ്രെയിം ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ 0, എൻഡിങ്ങിലും 0, സെൻറ്ററിൽ എക്സ്പോഷറിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. സോ നമുക്കൊരു ഫ്ലാഷ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇനേബിൾ ചെയ്ത് കാണിക്കാം. സോ അത്രയേ ഉള്ളൂ ആ ട്രാൻസിഷൻ. ദെൻ അടുത്തതായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത സെയിം ഫാസ്റ്റ് കട്ട് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഞാൻ ഒരു സൂം ഇൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ട ക്ലിപ്സ് എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ 4 ഫ്രെയിംസ് വെച്ചിട്ട് എല്ലാ ക്ലിപ്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് ട്രാൻസ്ഫോം ഇഫക്റ്റ് ആഡ് ചെയ്യുവാണ്. ദെൻ ഇവിടെ നമുക്ക് യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്യാം. ദെൻ ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്ര വാല്യൂ കൊടുക്കുന്നോ അത്രയും മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ മാക്സിമം വാല്യൂ കൊടുത്തു 360. ഇനി സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ് 100ൽ. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 120 കൊടുക്കുവാണ്. ദെൻ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് പ്ലേസ് ചെയ്യാം. ഇനി ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഇനി ബാക്കി എല്ലാ ക്ലിപ്സും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് ആട്രിബ്യൂട്ട്സ്. ദെൻ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. ബാക്കി ക്ലിപ്സിലെല്ലാം ഈ ഇഫക്റ്റ് അപ്ലൈ ആയിക്കോളും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആ സൂം ഇൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ ഇതുപോലെ കീ ഫ്രെയിംസ് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് കൊടുത്തിട്ട് സൂം ഔട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് ഫ്ലാഷ് ആണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്കൊരു റെഡ് ഫ്ലാഷ് ഇഫക്റ്റ് കാണാം. ഇതും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. ഞാൻ ആദ്യം ഒരു സോളിഡ് കളർ കളർ മാറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് റെഡ് കളർ കൊടുത്തു. ദെൻ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സോഫ്റ്റ് ലൈറ്റ് കൊടുത്തു. ദെൻ ഒരു ഫ്രെയിം മാത്രം കട്ട് ചെയ്തെടുത്തു. ദെൻ എല്ലാ വീഡിയോയുടെയും എൻഡിങ് ഫ്രെയിമിൽ ഞാൻ ഒരു കളർ മാറ്റ് ആഡ് ചെയ്തു. സോ നമുക്ക് ആ ഒരു റെഡ് ഫ്ലാഷ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഒരു ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ ഇഫക്റ്റ് നമ്മൾ ട്രേസറി പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് എല്ലാവരുടെയും ആ ട്രേസറി പ്ലഗിൻ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനൊരു ഓവർലേ യൂസ് ചെയ്തിട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോയുടെ മുകളിലേക്ക് ആഡ് ചെയ്യുക. ദെൻ ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോയിട്ട് ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുത്താൽ മതി. നമുക്കിങ്ങനൊരു ഓവർലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രേസറി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും. ട്രേസറി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഓവർലേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കി പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു മാച്ച് കട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് മാച്ചിങ് പോയിന്റിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ കുറച്ച് മുമ്പ് യൂസ് ചെയ്ത ആ ഒരു ഫ്ലാഷ് ഇഫക്റ്റ് ലുമിട്രി കളർ യൂസ് ചെയ്തിട്ട് എക്സ്പോഷർ കീ ഫ്രെയിം ചെയ്താണ് അതും യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയുള്ള വീഡിയോ മേ ബി കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ബട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബിഫോർ മൂവിങ് ഫോർവേഡ് നമുക്ക് പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് ആൻഡ് ഫോട്ടോഷോപ്പിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഓഗസ്റ്റ് 31 വരെ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൾസോ എന്നെ ഇൻസ്റ്റഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ടുള്ളത് സൗണ്ട് ഡിസൈനിങ് ആണ്. ആൻഡ് ഐ എം റിയലി സോറി, ഈ വീഡിയോയിൽ നമ്മൾ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. മെയിൻലി 2 റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയ ടൈം കിട്ടിയില്ല. സോ ഞാൻ സൗണ്ട് ഡിസൈനിങ് ഒക്കെ ഭയങ്കര ലേസി ആയിട്ടാണ് ചെയ്തത്. ജസ്റ്റ് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തു, വോളിയം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ലോ പാസ് എഫക്റ്റ് ചില സ്ഥലത്ത് മാത്രം ആഡ് ചെയ്ത് ആ ഒരു മഫിൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ റീസൺ, ഞാൻ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അറൗണ്ട് 50% ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വലിയ വീഡിയോ ആണ്, അതാണ് വീഡിയോ വരാൻ വേണ്ടി ലേറ്റ് ആകുന്നത്. ആൻഡ് ആ വീഡിയോയിൽ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും സൗണ്ട് എഫക്ട്സ് ആണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും സോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് എപ്പിഡമിക് സൗണ്ട്സ്. ആൻഡ് ഈ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ വെബ്സൈറ്റാണ് എപ്പിഡമിക് സൗണ്ട്സ്. ഈ വെബ്സൈറ്റിൽ മ്യൂസിക്കിൻ്റെയും സൗണ്ട് എഫക്ട്സിൻ്റെയും ഒരു ലാർജ് കളക്ഷൻ ഉണ്ട്. സൗണ്ട് എഫക്ട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഏത് സൗണ്ട് എഫക്റ്റ് ആണോ വേണ്ടത് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇതിനിവിടെ നമുക്ക് സൗണ്ട് എഫക്ട്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സോ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സൗണ്ട് എഫക്ട്സ് നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൾസോ നമുക്ക് സ്റ്റുഡിയോ, AI വോയിസ് ഓവർ, AI അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ടു ഹെൽപ്പ് us ഫൈൻഡ് ദ റൈറ്റ് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ് ഫോർ അവർ പ്രോജക്റ്റ്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക.
ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയുടെ പ്രോജക്റ്റ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ദ ഓവർലേസ് ആൻഡ് ഓൾ ദ സൗണ്ട് എഫക്ട്സ് ഐ ഹാവ് യൂസ്ഡ്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് for watching this video.